മലയാളികളെ, നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ കേരളത്തിൽ പുതിയൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രവചിച്ചതെന്നറിയോ? ഈ 5 വർഷം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസ് 5 വർഷം കൊണ്ട് അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. അവരുടെ അഴിമതിയും അവരുടെ വർഗീയതയുമാണ് അതിന്റെ കാരണം. 2, CPM എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഇല്ലാതാവും. ഇദ്ദേഹത്തിന്റെ പേരറിയാലോ അല്ലേ? അനൂപ് ആന്റണി. ഇനിയുണ്ട് പുള്ളിക്ക് പറയാനായിട്ട്. കാരണം അവർക്കൊരു നല്ല പ്രതിപക്ഷമാവാൻ സാധിക്കില്ല. 3, BJP യഥാർത്ഥ പ്രതിപക്ഷമായി വളർന്ന് 5 വർഷം കൊണ്ട് BJP അധികാരത്തിൽ വരും. അതാണ് ശ്രീമാൻ പിണറായി വിജയൻ ആയിരിക്കും ഭാരതത്തിന്റെ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ആ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലാതില്ലേ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. പിന്നെ പുള്ളി പ്രവാചകനായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ബാക്കി കൂടി കേൾക്കാം നമുക്ക്. എന്തായാലും ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഭാരതത്തിൽ ഉണ്ടാവത്തില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതം ആയി കേരളം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള 5 വർഷമായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മലയാളികളുടെ കാര്യം കട്ടപ്പുക. കാരണം ഒരു 10 വർഷം നമ്മൾ ഭരിച്ചിട്ട് നമുക്ക് ആകെ പ്രശ്നമായിട്ട് എങ്ങനെയെങ്കിലും എടുത്ത് പുറത്ത് കളഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ അവരെ അങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ അടുത്ത പാർട്ടി വന്നിട്ട് അവരും നമ്മളെ ഭരിച്ചു മുടിപ്പിക്കുന്നതാണ് പുള്ളി പറയണത്. എന്തായിരിക്കും അവസ്ഥ അങ്ങനെ ഞാൻ സംഭവിച്ചാൽ അല്ലേ? 10 വർഷം അധികാരത്തിൽ ഇല്ലാത്തതിന്റെ എല്ലാ കേടും അവർ ഈ ഒരു 5 വർഷം കൊണ്ട് തീർത്തും അതിനുള്ള പ്ലാനുമായിട്ടാണ് കോൺഗ്രസ്സുകാർ ഇപ്പോഴേ തയ്യാറായിട്ടിരിക്കുക. അത് രഹസ്യമായിട്ട് തയ്യാറാക്കിയ പ്ലാനായിരുന്നു. അത് മിക്കവാറും പുള്ളി ചിലപ്പോൾ അത് ഒളിച്ചിരുന്ന് കണ്ടതായിരിക്കാം, അല്ലെങ്കിൽ പുള്ളി കൂടെ ഉണ്ടായിട്ടുണ്ടാകും. വേറൊരു പാർട്ടിയിൽ നിന്നിട്ട് അല്ലെങ്കിൽ വേറൊരു പാർട്ടിയിൽ അനുഭാവിയായിരുന്നിട്ട് മറ്റ് പാർട്ടികൾ ഇങ്ങനെ കുറ്റം പറഞ്ഞ് തേജോവധം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഹോബിയാണല്ലോ എല്ലാവർക്കും. അവിടെ പ്രവചിക്കുകയാണ്, അങ്ങനെയാണ്, അതാണ്, മറ്റാണ്, ഇടതുപക്ഷം വന്നാൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ വലതുപക്ഷം വന്നാൽ ഇങ്ങനെയാണ്, ഞങ്ങൾ ഗംഭീരമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇത് തന്നെ പരിപാടി. എന്തൊരു ഗതികേടാന്ന് നോക്കിയല്ലേ മനുഷ്യൻ്റെ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാനീ പറയുന്നത് കേട്ടിട്ടേ എന്നെ തെറി പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. അങ്ങനെ ആഗ്രഹമുള്ളവർ മടി കാണിക്കണ്ട കേട്ടോ. എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. തെറി പറഞ്ഞാലും ലൈക്ക് ചെയ്യും. നല്ല കമൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. പക്ഷേ എന്ന് കരുതി ഇപ്പോൾ തെറി പറഞ്ഞാലും എനിക്കങ്ങനെ വലിയ വിഷമമൊന്നുമില്ല. പറയുന്നവർ പറയാതിരിക്കണ്ട കേട്ടോ, പറയാൻ ആഗ്രഹമുള്ളവർ പറഞ്ഞു. കാരണം നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ ഓപ്പോസിഷനിലുള്ള പാർട്ടിയാണ് അയാൾ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുന്നുള്ളൊരു സ്വഭാവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മാനസികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആ രീതിയിലുള്ള ഇടതുപക്ഷമല്ല ഞാൻ പറഞ്ഞത്. ആരാണോ ഭരണപക്ഷത്തിരിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വിശകലനം ചെയ്ത് ഒരു ഇടതുപക്ഷമായിട്ട് പോകുക എന്ന് പറയില്ല. അതിപ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ അവർക്ക് ഇടതുപക്ഷമായിട്ടാണ് നമ്മൾ സംസാരിക്കുക. അതായത് കൃത്യമായിട്ട് നമ്മളുടെ ഒരു ധാരണക്കനുസരിച്ചിട്ട് നമ്മൾ അഭിപ്രായങ്ങളും വിശകലനങ്ങളും പിന്നെ എന്താണ് വിമർശനങ്ങളൊക്കെ പറയുക. അത് LDF ആയാലും UDF ആയാലും NDA ആയാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്താൽ നമ്മൾ നല്ലത് പറയണം അല്ലേ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പുള്ളിനെ മറക്കരുത് കേട്ടോ. 5 വർഷം കഴിഞ്ഞാലും ഇതൊക്കെ കൃത്യമായിട്ട് ഇതുപോലെയൊക്കെ സംഭവിക്കുന്ന പുള്ളി പറയണത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം.